Hi all, good morning. Today we can take the session generic subroutines and modules. Structured programming is a way to split your code in blocks. അതായത് ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ആണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സബ്റൂട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ടാസ്ക് that packaged as a unit. Okay, subroutine എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ആണ്. അതൊരു ടാസ്ക് പെർഫോം ചെയ്ത് then packaged as a unit. Then modules help the programmers to split the code into small modules. അതായത് ആ ഒരു കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോൾ മോഡ്യൂൾസ് ആക്കുന്നത്. ഓക്കെ, then it is used to group the routines and data structures. Then with large programs containing many methods, അതായത് ഒരു ലാർജ് പ്രോഗ്രാം എടുക്കുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സെയിം ഫംഗ്ഷൻ അതാണ് സബ് റൂട്ടീൻ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അഡീഷൻ ആണ് ഫംഗ്ഷൻ എടുക്കുന്നതെങ്കിൽ അതായത് അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഒരു അഡീഷൻ പ്രോഗ്രാമിന്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സബ് റൂട്ടീനെ അവിടെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, subroutines will be needed to perform similar operations on many different types. അതായത് ആഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, സബ്റൂട്ടീൻസ് ആഡ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ഇവിടെ ആഡ് സ്ട്രിങ് ആഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, അതായത് അഡീഷൻ ആണ്. ഓക്കെ, ടൈപ്പ് സ്ട്രിങ്. ദെൻ അതിന്റെ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് എ ബി, അതിന്റെ ടൈപ്പ് ആണ് സ്ട്രിങ്. ദെൻ റിട്ടേൺ എ പ്ലസ് ബി. ഇവിടെ പെർഫോം ചെയ്യുന്നത് അഡീഷൻ ആണ്. ഓക്കെ, ദെൻ സെയിം ഫംഗ്ഷൻ തന്നെ ഇവിടെ വീണ്ടും വന്നു ആഡ്, ബട്ട് ടൈപ്പ് ഏതാ? റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ്. ഓക്കെ, ഇൻറ്റ് ആഡ് ഓഫ് ഇൻ എ ഇൻറ്റ് ബി, അത് പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഫംഗ്ഷൻ എന്താ സെയിം ആണ്, ബട്ട് ടൈപ്പ് ഡിഫറെന്റ്. ഓക്കെ, then next double add function same ആണ്, ടൈപ്പ് ആണ് ഡിഫറെന്റ് ആണ്. സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്, ബട്ട് ടൈപ്പ് ഡിഫറെന്റ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സബ്റൂട്ടീൻസ് വിൽ ബി നീഡഡ് ടു പെർഫോം സിമിലർ ഓപ്പറേഷൻസ് ഓൺ മെനി ഡിഫറെന്റ് ടൈപ്സ്. അതായത് നേരത്തെ കാണിച്ച എക്സാമ്പിളിലാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഏതാ? സ്ട്രിങ് ആഡ് ഓഫ് നട്ടാണ് ഫംഗ്ഷൻ ആഡ്. ദെൻ സെക്കൻഡും ഫംഗ്ഷൻ സെയിം ആഡ് ആണ്, ബട്ട് ടൈപ്പ് ഇൻറ്റിജർ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സബ്റൂട്ടീൻ എന്താ വെച്ചാൽ സീക്വൻസ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജനറിക് സബ്റൂട്ടീൻസ് ഓർ പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. അതായത് സബ്റൂട്ടീൻ ഷുഡ് ബി റിട്ടൺ വൺസ് ആൻഡ് ബി capable ഓഫ് ആക്സെപ്റ്റിംഗ് എനി ആർഗ്യുമെന്റ്സ്. അതിനെയാണ്, ഈ ഐഡിയനെയാണ് ജനറിക് പ്രോഗ്രാമിംഗ് ഓർ സബ്റൂട്ടീൻ എന്ന് പറയുന്നത്. അതായത് ഒരു തവണ മാത്രം ആ ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി റിട്ടേൺ വൺസ് ആൻഡ് ബി capable ഓഫ് ആക്സെപ്റ്റിംഗ് എനി ആർഗ്യുമെന്റ്സ്. A generic or polymorphic subroutine is one that takes parameters of different types on different actuations. In Java version 5, generic programming has been added. And in C++, C++നാണെങ്കിൽ ജനറിക്കിന് ടെംപ്ലേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ അതർ ലാംഗ്വേജസ് ദാറ്റ് ഫീച്ചേഴ്സ് ജനറിക്സ് എന്ന് പറയുന്നതാണ് അഡ, ഫ്ലോ, ഇതൊക്കെയാണ്. ഓക്കെ, മോഡുലാർ, C#, ഇതൊക്കെ അതിൽ വരുന്നതാണ്. Java 5 and C# 2.0 provide generic purely for the sake of polymorphism. Then generic modules or classes is useful for creating containers. Example of containers include stack, queue, heap, set, dictionary, list, okay, etc. Then a generic or polymorphic subroutine is one that takes parameter of different type on different actuation. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സബ്റൂട്ടീനെ ഒരു തവണ എഴുതാം, അതായത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും എഴുതാണ്ട് ഒരു തവണ എഴുതിയിട്ട് അതിന്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് പാരാമീറ്ററിൽ നമുക്ക് ടൈപ്പ് കൊടുത്തിട്ട് പാസ് ചെയ്താൽ മതി. അത് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ,
Then generic subroutines are needed in generic classes and they allow a method to be parameterized by a single type. അതൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഇതിൽ കാണിക്കുന്നത് പബ്ലിക് ടി ഓഫ് ടി ആഡ് ഓഫ് ടി എ കോമ ടി ബി, അതായത് ഒരു മെത്തേഡാണ് കൊടുത്തത്. ഈ ടി എന്ന് പറയുന്നതാണ് ജനറിക് ടൈപ്പ്. അതായത് വി നോ ഹാവ് എ ജനറിക് ടൈപ്പ് ടി പാസ്ഡ് ആസ് എ പാരാമീറ്റർ ടു ദ ആഡ് മെത്തേഡ്. അതായത് ആഡ് മെത്തേഡിൽ ജനറിക് ടൈപ്പിന് ടീനെയും പാരാമീറ്ററിന്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടോ? അതായത് പാരാമീറ്ററിന്റെ അകത്തും ജനറിക് ടൈപ്പ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ജനറിക് ടൈപ്പ്. ഹെൻസ് വി ക്യാൻ നൗ കോൾ ദ കോഡ് int c equal to add of 5 7. Okay, then double d equal to add of 4.5 കോമ 6.9. അതായത് ഇതാ പാസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ പാരാമീറ്റർ എടുക്കുന്നത് 5ഉം 7ഉം ആണ്. റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റ്. ഓക്കെ, അതായത് ഫംഗ്ഷനെ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാണ്ട് ഫസ്റ്റ് ജനറിക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ്, അതായത് സ്ട്രിങ്, ഇൻറ്റ്, ഡബിൾ, അതേപോലെ ടൈപ്പ് അനുസരിച്ചിട്ട് മെത്തേഡ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് മെത്തേഡ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ജനറിക് ടൈപ്പ് ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, അതിന് ശേഷമാണ് നമ്മൾ കോൾ ചെയ്യുന്നത് കോഡിനെ. Then next, implementing generics. In C++, they are a static mechanism. All of the work required to use multiple instances of the generic code is handled by the compiler. അതായത് ഇവിടെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആവാം, ഡബിൾ ആവാം, അല്ലെങ്കിൽ സ്ട്രിങ്, അതാണ്. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? കമ്പൈലറാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. All of the work required to use multiple instances of the generic code is handled by the compiler. The compiler creates a separate copy of the code for every instance. അതായത് ഓരോ ഇൻസ്റ്റൻസിനും ഒരു സെപ്പറേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, but in Java, all instances of the generic code will share the same code at runtime. അതായത് ഇവിടെ ആണെങ്കിൽ സെപ്പറേറ്റ് കോപ്പി ഒന്നും ആക്കി വെക്കുന്നില്ല. ഓക്കെ, if we call some generic parameter t in Java, this behaves identically to java.lang.object, except that we do not have to use class. Next, generic in C++. Already in C++, generics are also called templates. So, ഇവിടെ ഫസ്റ്റ് എന്താക്കും? ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ജനറിക് മെത്തേഡ് ഇൻ C++, ഫസ്റ്റ് ടെംപ്ലേറ്റ്സ്, ദെൻ ജനറിക് ടൈപ്പ് ടി. ഓക്കെ, ദെൻ ആഡ് പറഞ്ഞ് പാരാമീറ്റർ പാസ് ചെയ്യുന്നത്, ദെൻ റിട്ടേൺ a plus b. ഫസ്റ്റ് ടു കോൾ ദ മെത്തേഡ് ആഡ് ഓഫ് 5 6 എന്നാ കൊടുത്തിനെങ്കിൽ ഇറ്റ് റിട്ടേൺ ദ ടൈപ്പ് ഇൻറ്റിജർ. if it call the method add of 5.6 comma 7.8, then it return type double. Okay, then next Java generics, അതായത് C++ എക്സാമ്പിൾ നമ്മൾ കണ്ട പോലെ തന്നെ, but this allows any numbers int, float, short, double, etc. to be added together. And how can we achieve this is ജാവയിലാണെങ്കിൽ പബ്ലിക് നോഡ്. ഓക്കെ, ദെൻ ജനറിക് ടൈപ്പ്, ദെൻ ആഡ് ഓഫ് ജനറിക് ടൈപ്പ് ടി, പിന്നെ പാരാമീറ്റർ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ റിട്ടേൺ ചെയ്യാം പ്ലസ് ബി. C++ലാണെങ്കിൽ ടെംപ്ലേറ്റ്, ദെൻ ജാവയിലാണെങ്കിലോ പബ്ലിക്. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് ഒബ്ജക്റ്റ് ആഡ് ഓഫ് ഒബ്ജക്റ്റ് എ കോമ ഒബ്ജക്റ്റ് ബി, ദെൻ റിട്ടേൺ a plus b. This is combined. No, because the plus operator is not applicable to object. But we can just modify the code to make it type safe. So after that we can compile. Okay. Then next, public t extends number t add of t a comma tb.
Then T എന്ന് പറയുന്നത് ജനറിക് ടൈപ്പ്. ഓക്കെ, we have to impose a higher bond on the tape passed to the generic method. അതായത് മാക്സിമം ലിമിറ്റ് വെക്കുകയാണ്. അതായത് എന്താന്ന് വെച്ചാൽ വാല്യൂ പാരാമീറ്റർ, അതായത് വാല്യൂ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് മാക്സിമം ലിമിറ്റ് വെക്കുകയാണ്. ഓക്കെ, in this case we are saying that the tape passed in will be a subclass of java.lang.number. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഫ് ടി ഇൻസ്റ്റൻസ് ഓഫ് ഇൻഡിജർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ജനറിക് ടൈപ്പ് ടി ഇൻഡിജർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റിട്ടേൺ എ ഡോട്ട് ഇൻറ്റു വാല്യൂ ദെൻ പ്ലസ് ബി ഡോട്ട് ഇൻറ്റു വാല്യൂ ഓഫ്, അതായത് എൻ്റെയും ബിൻ്റെയും ഇൻഡിജർ വാല്യൂസ് ആണ് ഓക്കെ റിട്ടേൺ ചെയ്യുന്നത്, ആഡ് ചെയ്തിട്ട് അഡീഷൻ പെർഫോം ചെയ്ത്. ഇഫ് സപ്പോസ് ഇഫ് ടി ഇൻസ്റ്റൻസ് ഓഫ് ഡബിൾ, അതായത് ജനറിക് ടൈപ്പ് ടി എന്ന് പറയുന്നത് ഡബിൾ ആണെങ്കിൽ ഈ ഒരു പെർഫോം, അതായത് എന്റെ ഡബിൾ വാല്യൂ ആഡ് ചെയ്യും ബിന്റെ ഡബിൾ വാല്യൂ ആയിട്ട്, and അത് ഒന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതും അല്ലെങ്കിൽ റിട്ടേൺ നൾ, ഈ രണ്ട് കേസും അല്ലെങ്കിൽ. ഇഫ് ഇൻഡ്, അതായത് മെയിൻ ഫംഗ്ഷന്റെ അകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഓഫ് സ്ട്രിങ് ആക്സ്, ഇതാണ് മെയിൻ ഫംഗ്ഷൻ. അവിടെ ഇൻഡ് എ ഈക്വൽ ടു ആഡ് ഓഫ് 5 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിജർ ടൈപ്പ് വരുന്ന വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. അത് എവിടെ വരിക? ഫസ്റ്റ് കേസിൽ വരും, അതായത് ഇൻസ്റ്റൻസ് ഓഫ് ഇൻഡിജറിലാണ് പോവുക. ഇഫ് ഡബിൾ ബി, ഈ ഒരു കേസ് എടുക്കുന്നെങ്കിൽ അതെന്താ, ഡബിൾ വാല്യൂ അല്ലേ പാസ് ചെയ്യുന്നത്, ഡബിൾ ടൈപ്പിൽ വരുന്ന വാല്യൂസ്. സോ അത് വരിക ഇൻസ്റ്റൻസ് ഓഫ് ഡബിൾ എന്ന് പറയുന്നതിലേക്കാണ് പോവുക. ദെൻ അതിന്റെ വാല്യൂസ് റിട്ടേൺ ചെയ്യും, 7.9 പ്ലസ് 11.3, ആ വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കേസും അല്ലാത്തതാ വരുന്നെങ്കിൽ നള്ള് റിട്ടേൺ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ജനറിക് സബ്റൂട്ടീൻസ് ആൻഡ് മോഡ്യൂൾസ് ഇൻ അഡ ലാംഗ്വേജിൽ എങ്ങനെയാ നോക്കാം. അതിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജനറിക് ടൈപ്പ് ടി ഈസ് പ്രൈവറ്റ്, അതായത് പ്രൈവറ്റ് ആയിട്ടാണ് വെക്കുന്നത്. ജനറിക് ടൈപ്പ് ടീനെ പ്രൈവറ്റ് ആയിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടൈപ്പ് ടി array ഓഫ് ഇൻഡിജർ റേഞ്ച് ഓഫ് ടി. ഓക്കെ, ദെൻ വിത്ത് ഫംഗ്ഷൻ, അതായത് വിത്ത് എന്ന് പറഞ്ഞ ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പെർഫോം പ്രൊസീജിയർ സോർട്ട് ഓഫ്, പെർഫോം ചെയ്യുന്നത് എന്താ, സോർട്ട് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇവിടെ അടയില് വിത്ത് ക്ലോസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സോർട്ട് ഓപ്പറേഷന് പോസിബിൾ ആവില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ജനറിക് ടൈപ്പ് ടി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് വിത്ത് ക്ലോസ് കൊടുത്തില്ലെങ്കിൽ സോർട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ വിത്ത് എന്ന് പറഞ്ഞ ക്ലോസ് യൂസ് ചെയ്തത്. അതായത് ജനറിക് ടൈപ്പ് ടി പ്രൈവറ്റായി ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ വിത്ത് ക്ലോസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, without the with clause, procedure sort would be unable to compare elements of A for ordering because type T is private. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് അഡ ലാംഗ്വേജിൽ ജനറിക് ടൈപ്പ് ടി ഈസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വെച്ചു. സോ വിത്ത് ക്ലോസ് എന്തായാലും കൊടുക്കണം, എന്നാൽ മാത്രമേ സോർട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. ഇതാണ് അഡനിലെ സിൻടാക്സ്. ഓക്കെ, എക്സാമിന് ഓരോ സിൻടാക്സും കാര്യങ്ങളും കറക്റ്റ് പഠിക്കണം കേട്ടോ. ഇത് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അട വെച്ചിട്ടുള്ള സിൻടാക്സ്, അട ലാംഗ്വേജിൽ സിൻടാക്സ് വെച്ചിട്ട് യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം. ഓക്കെ, യൂസ് ഓഫ് എ ജനറിക് സബ്റൂട്ടീൻ അട. അതായത് ഫസ്റ്റ് എന്താ, ജനറിക് ടൈപ്പ് ടി പ്രൈവറ്റ് ആയി വെക്കുന്നു. ദെൻ വിത്ത് ക്ലോസ് എന്തായാലും വേണം പറഞ്ഞിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ. ഇവിടെ എന്താ ഫംഗ്ഷനാണ് നോക്കുന്നത്, മിനിമം ഏതാ മിനിമം എന്നുള്ളതാണ് നോക്കുന്നത്. എക്സും വൈയും കൊടുത്തു, അതിൽ നിന്ന് ഏതാ മിനിമം എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ടി എന്ന് പറയുന്നത് ജനറിക് ടൈപ്പ്, അതാണ് ടി. ഓക്കെ, അതാണ് ഇവിടെയാണ് ആ മെയിൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് വൈനെക്കാട്ടി ലെസ് ആണെങ്കിൽ എക്സ് റിട്ടേൺ ചെയ്യും, എൽസ് റിട്ടേൺ വൈ. ഓക്കെ, നെക്സ്റ്റ് ജനറിക് സബ്റൂട്ടീൻസ് ആൻഡ് മോഡ്യൂൾസ് ഇൻ ജാവ ലാംഗ്വേജിലാണെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് ജനറിക് ടൈപ്പ് ടി എക്സ്റ്റെൻസ് കമ്പാരബിൾ, അതായത് എക്സ്റ്റെൻഡ് എന്ന കീ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് ജാവയില്, ഇൻഹെറിറ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ. അതായത് എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കും, പാരന്റിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത്. ജാവ ലാംഗ്വേജിൽ നമ്മൾ പഠിച്ചതല്ലേ. ദെൻ കമ്പാരബിൾ എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് ആണ്.
Comparable is an interface from the Java standard library that include the method compare to. അതായത് കമ്പാരബിൾ എന്നാണ് ഇന്റർഫേസ് യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ഒരു മെത്തേഡാണ് കമ്പയർ ടു എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് മെത്തേഡ് റിട്ടേൺസ് -1, 0 or 1 respectively depending on whether the current object is less than, equal to or greater than the object passed as a parameter. ഓക്കെ, അതായത് ഈ ഒരു കമ്പാരബിൾ എന്ന് പറഞ്ഞ ഇന്റർഫേസ് യൂസ് ചെയ്യുമ്പോൾ കമ്പയർ ടു എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ടാവും. ദെൻ അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എന്തനുസരിച്ചിട്ടാണ്? വെദർ ദ കറന്റ് ഒബ്ജക്റ്റ് ഈസ് ലെസ് ദാൻ ആണെങ്കിൽ എന്തായിരിക്കും? -1. ഓർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, ഈക്വൽ ടു ആണെങ്കിൽ 0, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 1. ഗ്രേറ്റർ ദാൻ എന്ത്? ഒബ്ജക്റ്റ് പാസ് ആസ് എ പാരാമീറ്റർ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ എ എന്ന് പറയുന്നത് അറേ ആണ് കേട്ടോ. ടി എന്ന് പറയുന്നത് ജനറിക് ടൈപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു അറേ സോർട്ട് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അതാണ് വോയിഡ് സോർട്ട് ഓഫ്. മനസ്സിലായില്ലേ? ജാവ, അഡ എല്ലാ ലാംഗ്വേജിലും എങ്ങനെ സിന്റാക്സ് വരുന്നത് എന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് C#ലുള്ളത് ജനറിക് സബ്റൂട്ടീൻസ് ആൻഡ് മോഡ്യൂൾസ് ഇൻ C#. ജാവയിലെ പോലെ തന്നെയാണ്, ബട്ട് ഇവിടെ സ്റ്റാറ്റിക് വോയിഡ് സോർട്ട് ജനറിക് ടൈപ്പ് ടി, ദെൻ എ വേർ ടി ഐ കമ്പാരബിൾ. അതായത് അവിടെ കമ്പാരബിൾ എന്നാണ് ഇന്റർഫേസ് യൂസ് ചെയ്തത്, ഇവിടെയാണെങ്കിൽ ഐ കമ്പാരബിൾ. ഇതാണ് ഇവിടെ ഡിഫറൻസ്. ദെൻ പിന്നുള്ളത് ടൈപ്പ് പാരാമീറ്റേഴ്സ്. C# put the type parameters after the name of the subroutines and the constraints were clause after the regular parameter list. അതായത് ടൈപ്പ് പാരാമീറ്റർ വരുന്നത് കംസ് ആഫ്റ്റർ ദ നെയിം ഓഫ് ദ സബ്റൂട്ടീൻ. അതുപോലെ തന്നെ വേർ ക്ലോസും ഉണ്ട്, ഇവിടെ വേർ ക്ലോസും ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഡിഫറൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് എല്ലാ ലാംഗ്വേജിലുള്ള സിന്റാക്സും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക. ജനറിക് സബ്റൂട്ടീൻസ് ആൻഡ് മോഡ്യൂൾസ് ഇൻ ജാവ, അഡ, C#, ഇതിലുള്ള ഡിഫറൻസും സിന്റാക്സും ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഓക്കെ, ജാവ 5 C# 2.0 പ്രൊവൈഡ് ജനറിക് പ്യൂർലി ഫോർ ദ സേക്ക് ഓഫ് പോളിമോർഫിസ് ആണ്. ദെൻ C++ലാണെങ്കിൽ ജനറിക്കിന് എന്ത് പറയും? ടെംപ്ലേറ്റ്സ്. ഓക്കെ, താങ്ക് യു.